നമസ്കാരം, എല്ലാവർക്കും കുട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ, ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് സാനിറ്ററി നാപ്കിൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസമായി ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോർമൽ പാഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിസ്പറാണ് എനിക്ക് പീരിയഡ്സ് ആയ ടൈം മുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത്. എനിക്ക് സ്റ്റേ ഫ്രീയോ മറ്റ് പാഡുകളൊന്നും എനിക്ക് അങ്ങനെ പിടിക്കത്തില്ല. എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തുറന്ന് പറയുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നാണക്കേടും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മൾ ലേഡീസാണ് ഇത് മിക്കവാറും കാണുന്നത്. ജെൻസും കാണും, ലേഡീസ് മാത്രമൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മൾ ലേഡീസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രൗഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പീരിയഡ്സ് എന്ന് പറയുന്ന ഇത്. ഒരു ലേഡി ആകുക എന്നുള്ള നമ്മളുടെ ഒരു കാൽവെപ്പാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് പീരിയഡ്സ് ആയ ആ ടൈം മുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റേ ഫ്രീ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിസ്പറിലേക്ക് മാറുകയാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുന്നത്. ഞാനത് സ്റ്റേ ഫ്രീ യൂസ് ചെയ്യുന്നോ എടുക്കുന്നോ ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ വിസ്പറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് വേറൊരു പ്രോഡക്റ്റ് കിട്ടി. ബയോ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാനിറ്ററി പാഡാണിത് കേട്ടോ. ഇത് ഹെവി ഫ്ലോയുടെ ഒരു പാക്കറ്റാണ്. ഞാനിത് യൂസ് ചെയ്ത് ഒരു 4-5 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയാനായിട്ട് വരുന്നത്. എനിക്ക് വിസ്പറിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്റ്റേ ഫ്രീയെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് തരുന്ന പ്രോഡക്റ്റാണിത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹെവി ഫ്ലോയുള്ള നമ്മളുടെ 1-2 ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ഹെവി ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ മറ്റ് പാഡുകൾ തരുന്നതിലും നന്നായിട്ട് ഈ പാഡ് അബ്സോർബ് ആകും. ഞാനിത് പറയുന്നതുകൊണ്ട് ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്നോ അല്ലെങ്കിൽ അതൊന്നും കരുതണ്ട. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ വന്നിരുന്ന് പറയുന്നതാണ് കേട്ടോ. ഹെവി ഫ്ലോയുടെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വിസ്പറും മറ്റു കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്ത് എനിക്ക് ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം വിസ്പർ ഞാൻ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം വരുന്നില്ല. നമുക്ക് ഹെവി ഫ്ലോ ഉള്ള ടൈമിൽ എനിക്ക് 2 എണ്ണം വിസ്പറൊക്കെ ഞാൻ ഒരു 4-5 എണ്ണം മാറുന്ന സമയത്ത് എനിക്ക് ഡേ 1-ലും ഡേ 2-ലും ആ ടൈമിലാണ് നമുക്ക് ഹെവി ഫ്ലോ ഉള്ള ടൈം. അന്നേരം എനിക്കിത് ഭയങ്കരമായിട്ട് കംഫർട്ടാണ്. എനിക്കിത് 2 എണ്ണം യൂസ് ചെയ്താൽ മതി ഒരു ദിവസം. മറ്റേത് ഞാൻ 4-5 എണ്ണം ഞാൻ മാറേണ്ടി വരും. അപ്പം അത്രയ്ക്ക് എന്നെ കംഫർട്ടാക്കിയൊരു സാധനമാണ് ഇത് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇതിൻ്റെ മെറ്റീരിയൽസ് ഇത് കോട്ടൺ ഫാബ്രിക്കാണ്. സംഭവം വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കാണ് വന്നിട്ട്. ഇത് നമ്മളുടെ അടുത്ത് പറഞ്ഞ് ഞാനൊരു പനയിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് ഇത് പറഞ്ഞു തന്നു, ഇത് വാഴനാട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്. നമുക്ക് എങ്ങനെയാണേലും ഡിസ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ ആണേലും ഫ്ലഷിലൊക്കെ ഇടാൻ, പറിച്ച് കീറി ഇടാനൊക്കെ ഉള്ള ഇതാണ്. അല്ലാതെ ടോയ്ലറ്റിനൊന്നും കേടൊന്നും വരുന്ന സംഭവമല്ല. ഒട്ടും തന്നെ പ്ലാസ്റ്റിക് ഫ്രീ ആണിത് കേട്ടോ. നല്ല നമ്മളുടെ വിസ്പറിലും ഇതിലുമൊക്കെ ആണെങ്കിൽ ഇച്ചിരിയെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഈ പ്രോഡക്റ്റിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പ്ലാസ്റ്റിക് കണ്ടൻറ്റുകൾ വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവാണെന്നല്ല, ഇതിനകത്തില്ല സത്യത്തിൽ. കാരണം ഇത് യൂസ് ചെയ്ത ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ടാണേലും, ഇപ്പം നനഞ്ഞിരിക്കുമ്പം തന്നെയാണേലും നമുക്കിത് കൊണ്ട് കത്തിച്ച് കളയാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നതാണ് കേട്ടോ. ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത്
എങ്ങനെയാണ് ഇതിൻ്റെ സംഭവമൊക്കെ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു അതിനെന്താ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ല എന്തെങ്കിലും ചേഞ്ചസ് ഈ പാഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ നീ ഈ നമ്പറിൽ ഇവിടെ ഒരു നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പറല്ല, അവരുടെ ഒരു യെസ് കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് അപ്പോൾ അതിൽ വിളിച്ച് നമ്മൾ ചോദിച്ചാൽ മതി. നിനക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും അവരോട് പറഞ്ഞാൽ മതി എന്നുള്ളത് ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വിളിക്കേണ്ടി വന്നിട്ടില്ല, കാരണം അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റും കാര്യങ്ങളുമാണ്. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. കോഡിക്കാണ്, നോൺ വെവൻ ഷിപ്സ് ആണ്, SAB അബ്സോർബൻ്റ് ആണ്, ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ദിവസം വിസ്പറും സ്റ്റേ ഫ്രീയും ഒക്കെ എനിക്ക് ഞാൻ 5-6 പ്രാവശ്യം മാറേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വിസ്പർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ 4-5 എണ്ണമൊക്കെ എനിക്ക് മാറേണ്ടി വരും. പക്ഷേ ഇത് യൂസ് ചെയ്ത് നമ്മളുടെ ആ ഫസ്റ്റ് 1-2 ദിവസങ്ങളിലാണ് നമുക്ക് നന്നായിട്ട് ഫ്ലോ അനുഭവപ്പെടുന്നത്. ഇത് ഹെവി ഫ്ലൂയിഡ് ഒരു പാക്കാണ് കേട്ടോ, ഹെവി ഫ്ലൂയിഡ് ഒരു പാക്കാണ്. ഇത് XXL ആണ്. ഇത് XLും പല സൈസസിൽ ഇത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ XXL ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഒരു ഞാനിത് എടുത്ത് കാണിക്കാമേ. ഇതിനകത്ത് 4 പാഡ്സാണ് വരുന്നത്. ഇതിൽ 4 പാഡ്സാണ് വരുന്നത്. ഇത് നല്ല ലെങ്ത്തുള്ള പാഡാണ്. നല്ല ലെങ്ത് മറ്റ് ഇതിനെ അപേക്ഷിച്ച് ഇത് കണ്ടോ നല്ല ലെങ്ത്തുണ്ട്. നല്ല ലെങ്ത്തുള്ള പാഡാണ്. ഞാനിവിടെ വിസ്പറിൻ്റെ പാഡ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കേ ഇതെന്ത് മാത്രം നമുക്ക് കംഫർട്ടാണെന്നുള്ളത്. ഇത് വിസ്പറിൻ്റെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു പാഡാണ്. ഇത് വിസ്പറിൻ്റെ റെഗുലർ പാഡാണ്. ഞാൻ ഇത് നോക്ക്, ഭയങ്കരമായിട്ട് ചെറുതല്ല ഇതിനെ അപേക്ഷിച്ച് മറ്റ് 2 പാഡ്സ്. ഇത് രണ്ടും വിസ്പറിൻ്റെ പാഡ്സാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെയും കൂടെ ഡിഫറൻസ് നമ്മളൊന്ന് കാണേണ്ടതാണ്. ഇത് ചെറുതാണ്, ഇതും XL ആണ്, ഇതും XL ആണ്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആ ഒരു കാര്യങ്ങൾ ഒന്ന് നോക്കിക്കുക, ആ ലെങ്ത് ഒന്ന് നോക്കിക്കുക, എന്ത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ലേഡീസിലേക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു പാഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ളത് വേണം. ഇത് നമുക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, നോക്കി നല്ല ലെങ്ത്തും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അബ്സോർബൻ്റ് ആണെങ്കിലും നല്ലതാണ്. ഒരു 12 hours അല്ലെങ്കിൽ ഒരു ദിവസം എന്നോട് ആ ചേച്ചി പറഞ്ഞു ഒരു ദിവസം ഒരെണ്ണം യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു പാഡ് ഒരു ദിവസം ഒരെണ്ണം യൂസ് ചെയ്താൽ മതി എന്ന്. പക്ഷേ എനിക്കത് പറ്റത്തില്ല. ഒരു ദിവസം ഒരെണ്ണം യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കത് പറ്റത്തില്ല, നമ്മളതങ്ങനെ ശീലിച്ചിട്ടില്ല. അത് കാരണമാണ് ഒരെണ്ണമൊക്കെ യൂസ് ചെയ്തവർ കാണും, അവർക്കൊക്കെ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും. അത് നോക്കി നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് നല്ല കംഫർട്ടാണ് ഇത് എടുക്കുന്നത് കൊണ്ട്. ഇത് നോക്കി, ഈ ഒരു ഭാഗം മാത്രമേ അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു കവറ് മാത്രമേ പ്ലാസ്റ്റിക് ഉള്ളൂ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പ്രോഡക്റ്റോ കാര്യങ്ങളോ ഒന്നും പ്ലാസ്റ്റിക്കിൻ്റെതൊന്നുമില്ല. ഫുള്ള് ഫുള്ള് കോട്ടണാണ്, കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ഫുള്ള്. അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് ലാഭമാണ്. ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയാം. ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം കൂടെയാണ് ഇത്. ബയോ കെയർ സാനിറ്ററി നാപ്കിൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മെഡിക്കേറ്റഡ് ആണ്, പ്രൊട്ടക്റ്റ് വിമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് 4 പാഡ്സാണ്. അപ്പോൾ ഞാനിത് തുടക്കത്തിൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്കിത് 10 പാഡിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നേ. അതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് അവർ 4 എണ്ണം ആക്കി ചുരുക്കി. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 4 എണ്ണം ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് 80 രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ 4 എണ്ണത്തിന് 80 രൂപ. ഇവിടെ 80 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ 70 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. 80 ഇവർ കൊടുത്തിട്ടേ ഉള്ളൂ, നമുക്ക് 70 രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പം
ഫസ്റ്റ് നമ്മൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ 5-6 എണ്ണം മാറേണ്ട വിസ്പറും മറ്റ് നാപ്കിൻസും ഒക്കെ മാറേണ്ട ആ ഒരു ടൈമിൽ നമുക്കിത് 2 എണ്ണം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് ആ 1-2 ദിവസം നമ്മളുടെ ഹെവി ഫ്ലോ ഉള്ള ഡേയ്സിൽ നമുക്കത് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. മറ്റു ദിവസങ്ങളിൽ ഇത് ഒരെണ്ണമൊക്കെ യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ 3, 4, 5 എത്ര ദിവസമാണെങ്കിലും നമുക്കത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയാവും. ആ ഒരൊറ്റ ഡേയിൽ ഒരെണ്ണം തന്നെ യൂസ് ചെയ്താൽ മതിയാവും. പക്ഷെ ആദ്യത്തെ 1-2 ദിവസം ഞാൻ പറഞ്ഞ പോലെ 2 എണ്ണം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്തായാലും. ഇത് എവിടെയൊക്കെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഹൈഡസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. മറ്റ് പാഡുകളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ അന്നേരം ഓർത്തു ഇത് നിങ്ങളിലും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ. ലെങ്ത് കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന